ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പ്രീമിയം മൊബൈൽസ് എല്ലാം പർച്ചേസ് ചെയ്ത് അതിന് നല്ല രീതിയിലൊരു പ്രൊട്ടക്ഷൻ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നത്തെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം മുമ്പുണ്ടായ ഒരു ദുരനുഭവം കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധമെല്ലാം നിങ്ങൾക്ക് പറ്റാനുള്ള ഒരു കാര്യമെല്ലാം ഉണ്ട്. അതിനാൽ തന്നെ ഈ ഒരു കാര്യം വന്ന് നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് പണമൊന്നും നഷ്ടപ്പെടാതിരിക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് ഏകദേശം 16,000-17,000 രൂപയെല്ലാമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ എൻ്റെ ഈ ഒരു S23 Ultra ഇത് ജസ്റ്റ് ഞാൻ ഇതുപോലെ യൂസ് ചെയ്ത് ജസ്റ്റ് ഇത്രയും താഴ്ചയിലേക്ക് വീണിട്ടേ ഉണ്ടാകുള്ളൂ. അതായത് എൻ്റെ കയ്യിൽ പിടിച്ചതിന് ശേഷം ഈ ഒരു ഹൈറ്റിൽ കുറച്ച് താഴത്തേക്ക് ഒന്ന് ജസ്റ്റ് വീണപ്പോഴേക്കും വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ. ഈ സ്ക്രീനിൻ്റെ ഇവിടെ സൈഡിലായി ഇവിടെ ഒരു ഡാമേജ് വന്നിട്ടുണ്ട്. ഇവിടെ ഇത് പൊട്ടിയതിന് ശേഷം ഇവിടെ നേരത്തെ ഗ്രീൻ കളറെല്ലാമാണ് ഈ ഒരു പോർഷനിൽ വന്നിരുന്നത്. മുകളിലെ പോർഷൻ കറക്റ്റായി എല്ലാം വർക്കാകുന്നു. എന്നാൽ താഴേക്ക് ഇങ്ങോട്ട് ഇത് കറക്റ്റായി വർക്കാകുന്നില്ല. അപ്പോൾ ഇവിടെ എനിക്ക് പറ്റിയൊരു കാര്യമെന്ന് പറയുന്നത് എല്ലാവരും നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് UV പ്രൊട്ടക്ഷൻ. അതായത് ഗം എല്ലാം യൂസ് ചെയ്തുള്ള പ്രൊട്ടക്ഷനൊന്നും നമ്മുടെ ഫോണിന് യൂസ് ചെയ്യരുത് എന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ലാമിനേഷൻ മാത്രമാണ് ചെയ്തിരുന്നത്. അത്തരത്തിൽ ലാമിനേഷൻ മാത്രം ചെയ്തത് കൊണ്ട് നമുക്ക് ഇത് ഏകദേശം 1 വർഷത്തിൽ കൂടുതൽ ഞാൻ ലാമിനേറ്റ് ചെയ്ത് വീഴാതെ വേറെ പരിക്കൊന്നുമില്ലാതെ തന്നെ യൂസ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അടുത്തുണ്ടായ ഈ ഒരു അനുഭവത്തിലൂടെ ഇത് ജസ്റ്റ് വീണപ്പോഴേക്കും നമ്മുടെ സ്ക്രീനിലേക്ക് ഇവിടെ ഒരു പൊട്ടെല്ലാം വന്ന് ഇപ്പോൾ ഇവിടെ നടുവിലായി ഒരു ലൈൻ എല്ലാം വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി ഇത് ഡിസ്പ്ലേ എല്ലാം മാറ്റേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഡിസ്പ്ലേക്ക് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഏകദേശം 17,000 രൂപയോളം വരുമെന്നാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ പ്രീമിയം മൊബൈലെല്ലാം നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു കർവ് ഡിസ്പ്ലേ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ എല്ലാ സ്ക്രീൻ ഗാർഡും നമുക്ക് ഈ ഒരു മൊബൈലുമായി കോമ്പാക്റ്റ് ആകാത്തത്. എന്നാൽ ഈ കർവ് ഡിസ്പ്ലേ അല്ലാത്ത ഇപ്പോൾ S24 Ultra എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് കർവ് ഡിസ്പ്ലേ ഒന്നുമല്ല വരുന്നത്. അതിനാൽ തന്നെ ഒരുപാട് സ്ക്രീൻ ഗാർഡ് ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ S23 Ultra'യിൽ ഇത്രത്തോളം ഒന്നും ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ ഇത്തരത്തിൽ ഈ ഗമ്മിൻ്റെ ഇഷ്യൂ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യം ഞാൻ ഓപ്റ്റ് ചെയ്തതുമില്ല. അതിനാൽ തന്നെയാണ് ഈ ഒരു പ്രശ്നമെല്ലാം ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഫോണെല്ലാം വെറും ലാമിനേഷൻ എല്ലാം ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം കെയർഫുൾ ആയിരിക്കുക. ചെറുതായി നമ്മുടെ കയ്യിൽ നിന്നൊന്ന് ഡ്രോപ്പ് ആവുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ നമുക്ക് അറിയാതെ വരുന്ന, അതായത് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ നമുക്ക് ഇത്രയും എക്സ്പെൻസ് ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വെറുതെ ഒന്ന് വീണപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്നും 10-17,000 രൂപ നമ്മൾ ഇപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രീമിയം മൊബൈൽസ് എല്ലാം യൂസ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്കും ഈ ഒരു നഷ്ടമെല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ ഏതാണ് ഏറ്റവും നല്ലൊരു സ്ക്രീൻ പ്രൊട്ടക്ഷൻ എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക അത് നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ഏതാണോ ബെസ്റ്റായി തോന്നുന്നത് അത് തന്നെ ചെയ്യുക. വെറും ലാമിനേഷൻ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രശ്നമെല്ലാം വരാൻ സാധ്യതയുണ്ട്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.